തിരുവനന്തപുരം നേമം തിരുമല റോഡിന്റെ ശോചനീയാവസ്ഥയിൽ ഉപവാസ പ്രതിഷേധം നടത്തി ബിജെപി കൗൺസിലർമാർ. നേമം വാർഡ് കൗൺസിലറായ ദീപികയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ 35 കൗൺസിലർമാരും പ്രദേശവാസികളും പങ്കെടുത്തു. മന്ത്രി വി ശിവൻകുട്ടി സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളാണ് ദുരിതമനുഭവിക്കുന്നത്. നേമം തിരുമല റോഡ് തകർന്നിട്ട് മാസങ്ങളേറെയായി. ഇതേ തുടർന്നാണ് വാർഡ് കൗൺസിലർ ദീപികയുടെ നേതൃത്വത്തിൽ ഉപവാസ പ്രതിഷേധം നടത്തിയത്. കോർപ്പറേഷന്റെ അനാസ്ഥയ്ക്ക് നേരെയുള്ള ഉപവാസ പ്രതിഷേധത്തിൽ 35 കൗൺസിലർമാരും പ്രദേശവാസികളും പങ്കെടുത്തു. ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ വരും ദിവസങ്ങളിൽ വാർഡുകളിൽ എല്ലാ സ്ഥലത്തും നടത്തും. അതിന് യാതൊരു തർക്കവുമില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നേമം നിയോജക മണ്ഡലത്തിലെ റോഡുകളാണ് ഏറ്റവും അധികം ശോചനീയമായിട്ടുള്ള അവസ്ഥയിലുള്ളത്. കാരണം ഒരു കഴിവുകെട്ട MLA ആണ് ഈ നേമം നിയോജക മണ്ഡലത്തിനുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഈ റോഡുകളുടെ അവസ്ഥ ഇങ്ങനെയായത്. സ്റ്റുഡിയോ റോഡ് എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ശോചനീയാവസ്ഥയ്ക്ക് എതിരെയാണ് ഇന്ന് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഉപവാസ സമരം കൗൺസിലർ ദീപിക നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ പ്രദേശത്ത് നടത്തിയത്. MLA തിരിഞ്ഞു നോക്കാത്തതിനെ കുറിച്ചിട്ടാണ് രാവിലെ 9 മണി മുതൽ നമ്മൾ 6 മണി വരെ ഒരു ഉപവാസ സമരം ഇവിടെ സംഘടിപ്പിച്ചത്. മണ്ഡലത്തിലെ തന്നെ ഏകദേശം എല്ലാ റോഡുകളും ഈ നാശമായ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു അവസ്ഥയിൽ 34 കൗൺസിലർമാരും അവരവരെ വാർഡുകളിൽ ഇരിക്കേണ്ടി വന്നാൽ ഈ മേയർ ആര്യ രാജേന്ദ്രൻ ഇരിക്കുന്ന കസേര വിട്ട് ഇറങ്ങിപ്പോവേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പലവട്ടം പരാതി നൽകിയിട്ടും നടപടികളില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. നമുക്ക് ഈ വഴിയിലും കുഴിയിലും 2 പ്രാവശ്യം വീഴുന്നൂടെ, വീഴുന്നത് കാലും വയ്യ. അതുകൊണ്ട് എന്നും നമ്മൾ ഇതുപോലെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആരും വരണില്ല, കേൾക്കണില്ല, പറയണില്ല. റോഡിന്റെ ഈ അവസ്ഥയിൽ വാഹനമോടിക്കുന്നവർക്ക് മാത്രമല്ല കാൽനട യാത്രക്കാരും ദുരിതത്തിലാണ്. മനുഷ്യന് നടന്നു പോകാൻ പോലും ഒക്കാത്ത സാഹചര്യത്തിലുള്ള റോഡാണ് തൃക്കണ്ണാപുരം തിരുമല ജംഗ്ഷൻ മുതൽ വെള്ളയാണി ജംഗ്ഷൻ വരെ. മെനഞ്ഞാന്നൊരു കൊച്ചും തള്ളയൊക്കെ കൂടെ വെള്ളത്തിൽ കിടക്കായിരുന്നു. അവിടെ നാട്ടുകാരാ അവിടെ ചിലക്കിയത്. റോഡ് അപകടത്തിൽ പ്രിയപ്പെട്ടവരുടെ ജീവൻ നഷ്ടപ്പെട്ടവർ ഇനിയൊരു ദുരിതമുണ്ടാകാതിരിക്കാൻ അധികൃതർക്ക് കണ്ണു തുറക്കണമെന്നാണ്. അവരുടെ ലൈഫും നമ്മുടെ ലൈഫും എല്ലാം ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു പോക്കാണ്. എൻ്റെ മോനും ഇതേപോലത്തെ ഒരു റോഡിലാണ് ആക്സിഡന്റിൽ 1 വർഷമായുള്ള മരിച്ചിട്ട്. കുട്ടികളടക്കം 100 കണക്കിന് യാത്രക്കാരുള്ള ഈ റോഡിലൂടെയുള്ള പതിവ് യാത്ര പലപ്പോഴും ഒരു പേടി സ്വപ്നമെന്ന്. ഞങ്ങൾ ഈ വഴിയാണ് പണിക്ക് പോകുന്നത്. എല്ലാ ദിവസവും വർഷങ്ങളോടെ ഇങ്ങനെ കിടക്കുന്നത്. അത് ഈ MLA-മാരൊന്നും ശ്രദ്ധിക്കുന്നില്ല റോഡ് പണിയാൻ വേണ്ടി. ഒരു സൈഡിൽ നിന്ന് കാറ് വന്നു കഴിഞ്ഞാൽ മറു സൈഡിൽ നിന്ന് ബൈക്കിൽ നിന്ന് പിള്ളേരും ഫാമിലിയും എല്ലാം കൂടെ ആയിട്ട് കുഴിയിൽ തന്നെ വീഴാനുള്ള സാഹചര്യമാണ്. വളരെ കാലമായിട്ട് ഈ റോഡ് ഇങ്ങനെ തകർന്നു കിടക്കുകയാണ്. ഈ റോഡിന്റെ പണി നടക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത്. അധികൃതരുടെ കണ്ണു തുറക്കാനുള്ള പ്രതിഷേധങ്ങൾ നടത്തി. ഇനി പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ജനം, തിരുവനന്തപുരം.